കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകനായ സ്റ്റാൻ. സ്റ്റാൻ ആളൊരു കോടീശ്വരനായ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ ആണ്. ഏതൊരു പ്രോപ്പർട്ടിയും തന്റെ കസ്റ്റമറിനെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ഹീറോക്കുണ്ട്. അതായത് ഒരു പ്രോപ്പർട്ടി ഒരു കസ്റ്റമറിന് വിൽക്കുമെന്ന് നമ്മുടെ ഹീറോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 100% ഹീറോ അത് അതേ കസ്റ്റമറിന് തന്നെ വിറ്റിരിക്കും. അപ്പോൾ അങ്ങനെ ആളുകളെ പറ്റിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഹീറോ ഒരു മില്യണയർ ആയത്. വളരെ സെൽഫിഷ് ആയിട്ടുള്ള സ്വഭാവക്കാരൻ കൂടിയാണ്. അപ്പൊ ഇവിടെ ഹീറോ ഒരു പ്രായമായ മുത്തശ്ശിയെ പറ്റിച്ചുകൊണ്ട് ഒരു പ്രോപ്പർട്ടി പുള്ളിക്കാരിക്ക് വിൽക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ മുത്തശ്ശി സ്റ്റാനോട് പറയാണ്, താൻ എന്നെ പറ്റിക്കാൻ നോക്കേണ്ട, എന്റെ കൊച്ചുമോന് ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തന്നെ തീരെ വിശ്വാസമില്ല. അപ്പോൾ ഇതൊക്കെ കേട്ട സ്റ്റാൻ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എങ്ങനെയൊക്കെ ആ മുത്തശ്ശിയെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ഹീറോ സംസാരിച്ച് പുള്ളിക്കാരിയുടെ മനസ്സ് മാറ്റുകയാണ്. അതായത് മുത്തശ്ശി ആ പ്രോപ്പർട്ടി വാങ്ങാൻ തയ്യാറായി. അങ്ങനെ അതിന്റെ ഡോക്യുമെന്റ്സിൽ മുത്തശ്ശി സൈൻ ചെയ്യാനായി പോകുന്ന സമയത്താണ് അവിടെ സ്റ്റാനിനെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് ഓഫീസേഴ്സ് വന്നത്. ഫിനാൻഷ്യൽ ഫ്രോഡാണ് സ്റ്റാൻ ചെയ്ത കുറ്റം. അങ്ങനെ പോലീസുകാർ സ്റ്റാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും സ്റ്റാൻ ആണ് ഒരു കൂസലുമില്ലാതെ മുത്തശ്ശി ഒരു ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യാനായി പറയുകയാണ്. കാരണം സ്റ്റാൻ ഉറപ്പാണ് കേസൊന്നും തനിക്കൊരു പുത്തരിയല്ല, താൻ പണം പറഞ്ഞ് ഈസി ആയിട്ട് ഇതിൽ നോക്കി ഊരി വരുമെന്ന്. എനിവേ സ്റ്റാനിനെ മുത്തശ്ശിയുടെ കൺമുന്നിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ആളൊരു ഫ്രോഡാണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായിട്ട് പോലും പുള്ളിക്കാരി ആ പ്രോപ്പർട്ടി മേടിക്കാനായി ആ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യുകയാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഹീറോന്റെ നാക്കിന്റെ പവർ. അപ്പൊ ഇനിയുള്ളത് കോടതിയിലെ സീനാണ്. ഇവിടെ കോടതിയിലെ നമ്മുടെ ഹീറോ വളരെ കൂളായിട്ട് ഇരുന്നു കൊണ്ട് ഭാര്യക്ക് ഫ്ലൈങ് കിസ് ഒക്കെ കൊടുക്കുന്നത് കാണാം. അപ്പൊ ഇതാണ് സ്റ്റാനിന്റെ ഭാര്യ. പുള്ളിക്കാരിയുടെ പേര് മിണ്ടി എന്നാണ്. സോ ഇവിടെ ഫോർമൻ എന്നൊരു സ്ത്രീയാണ് ഹീറോക്ക് എതിരെ കേസ് ഫയൽ ചെയ്തത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ തന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി കേസ് കൊടുത്തത്. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് നമ്മുടെ ഹീറോ കാണുന്നത്. എന്നാൽ ഇവിടെയാണ് ഹീറോ വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റ് നടന്നത്. കോടതിയിൽ ഹീറോന്റെ വക്കീല് പരാജയപ്പെട്ടു. അതായത് നമ്മുടെ കഥാനായകന് ജയിൽ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായി. അങ്ങനെ കോടതിയിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷം ദേഷ്യത്തിൽ തന്നെ വക്കീലിനോട് സ്റ്റാൻ സംസാരിക്കുകയാണ്. താനൊക്കെ എവിടുത്തെ വക്കീലാണ്? തനിക്ക് ഞാൻ ഇത്രയും കാശ് തന്ന് കൂടി നിർത്തിയത് എനിക്ക് ജയിൽ ശിക്ഷ മേടിച്ചു തരാനാണോ? താൻ പോയി ജഡ്ജിനോട് സംസാരിക്ക്, അങ്ങേർക്ക് കാശ് എത്രയാണ് വേണ്ടതെന്ന് പറ, ഞാൻ കൊടുക്കാമെന്നൊക്കെ അഹങ്കാരത്തോടെ സ്റ്റാൻ തന്റെ വക്കീലിനോട് പറയുകയാണ്. എന്നാലും വക്കീല്, സർ അതൊന്നും നടക്കത്തില്ല, ജഡ്ജിക്ക് കൈക്കൂലി കൊടുക്കാൻ പോയാല് ഞാനും അകത്താകും, എന്നെ കൊണ്ട് അതിനു പറ്റത്തില്ല. അങ്ങനെ സ്റ്റാൻ തന്റെ വക്കീലിനെ ഡിസ്മിസ് ചെയ്തു. ഈ സമയം സ്റ്റാൻ ജനാല വഴി പുറത്തു നോക്കിയപ്പോൾ അവിടെ മറ്റൊരു വക്കീലിന്റെ പരസ്യം കണ്ടു. ല്യൂ പോപ്പർ എന്നാണ് ആ വക്കീലിന്റെ പേര്. അങ്ങനെ തന്റെ വക്കീലിനെ പിരിച്ചുവിട്ടതിനു ശേഷം സ്റ്റാനിന്റെ കേസ് വാദിക്കാനായി സ്റ്റാൻ ല്യൂ പോപ്പർ എന്ന വക്കീലിനെ നിയമിച്ചു. അങ്ങനെ അദ്ദേഹം കേസ് വാദിച്ചത് കൊണ്ട് തന്നെ 5 വർഷം ജയിൽ ശിക്ഷ കിട്ടേണ്ട സ്റ്റാനിന് 3 വർഷം ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ടു. അതേപോലെ 6 മാസം ഇളവുണ്ട്. അതായത് 6 മാസത്തിന് ശേഷം മാത്രമേ സ്റ്റാനിനെ അറസ്റ്റ് ചെയ്ത് ജയിൽ അടക്കുകയുള്ളൂ. അതാണ് കോടതിയുടെ വിധി. അങ്ങനെ കോടതിയുടെ പുറത്തുനിന്ന് സ്റ്റാൻ ല്യൂ പോപ്പർ വക്കീലും വഴക്ക് പറയുകയാണ്. 5 വർഷം 3 വർഷമാക്കാൻ വേണ്ടിയല്ല ഞാൻ തന്നെ ഹയർ ചെയ്തത്, എന്റെ ജയിൽ ശിക്ഷ മുഴുവനായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, നിന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം ഓൾറെഡി തെളിഞ്ഞു കഴിഞ്ഞു, നീ ഗിൽറ്റിയാണ്. അതുകൊണ്ട് നീ എന്തായാലും രാജ്യത്തിന്റെ മിനിമം ജയിൽ കാലയളവായ 3 വർഷം നീ എന്തായാലും ജയിലിൽ കിടന്നേ മതിയാവും. പക്ഷെ നിനക്ക് 3 വർഷം കിടക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം പറയാം, നിനക്ക് 6 മാസം സമയമില്ലേ, അതിനുള്ളിലായിട്ട് ഇവിടം വിട്ട് ഭാര്യയെ കൂട്ടി ബ്രസീലോ മറ്റോ പോയി സെറ്റിൽ ആവും, അതല്ലാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വക്കീല് ചെന്നു. അങ്ങനെ രാത്രി സ്റ്റാനും ഭാര്യയും ഭക്ഷണം കഴിക്കാനായി സ്റ്റാന്റെ ഫേവറേറ്റ് റെസ്റ്റോറന്റിൽ പോയി. അവിടുന്ന് ഭാര്യ സ്റ്റാനോട് പറയാണ്, വക്കീല് പറഞ്ഞതുപോലെ നമുക്ക് ബ്രസീലിലേക്ക് ഒളിച്ചോടിയാലോ, നമുക്ക് അവിടെ സെറ്റിൽ ആവാം. അപ്പൊ സ്റ്റാന് പറയാണ്, എന്റെ ബാങ്ക് അക്കൗണ്ടും എന്റെ എല്ലാ സമ്പാദ്യവും കോടതി ഫ്രീസ് ചെയ്തിട്ടാണുള്ളത്. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം കോടതി ഫ്രീസ് ചെയ്തു. അതൊക്കെ വിട്ട് നാട് വിടാനാണോ നീ പറയുന്നത്? 3 വർഷം ജയിലിൽ കിടന്നാലും സാരമില്ല, ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ സമ്പാദ്യം വിട്ട് രാജ്യം വിടാനൊന്നും ഞാൻ തയ്യാറല്ല. സ്റ്റാൻ ഭയങ്കര വേഗത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഭാര്യ പറയാണ്, സ്റ്റാൻ പതുക്കെ കഴിക്കരുത്, 6 മാസം കഴിഞ്ഞാല് ഞാൻ ജയിൽ ഭക്ഷണമാണ് കഴിക്കേണ്ടത്, അവിടെ ഇതുപോലത്തെ ഭക്ഷണം ഒന്നും കിട്ടത്തില്ല, ഉണ്ടയാണ് ഉണ്ട, അതുകൊണ്ട് നീ ഒന്ന് മിണ്ടാതിരി, ഞാൻ എന്റെ സ്റ്റീക്ക് ഒന്ന് എൻജോയ് ചെയ്യട്ടെ.
ഇവിടെ ഭാര്യ സ്റ്റാനോട് നല്ല സന്തോഷത്തോടെ അല്ലെങ്കിൽ നല്ല ആഗ്രഹത്തോടെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. പുള്ളിക്കാരി അവരുടെ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇത്. അതായത് ഒരു കുട്ടി. തനിക്കൊരു കുട്ടിയെ പ്രസവിച്ച് അമ്മയാവണം എന്നത് മിണ്ടിയുടെ വലിയ ആഗ്രഹമാണ്. എന്നാൽ ഹീറോനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഭയങ്കര സെൽഫിഷ് ആണ് എന്ന്. ഭാര്യ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്റ്റാൻ ചോദിക്കാണ്, എന്തിനാണ് ഒരു കുട്ടിയെ ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നത്? അവറ്റകളുടെ കരച്ചിൽ കേൾക്കാനാണോ? അവരെ തീറ്റിപ്പോറ്റി പഠിപ്പിച്ച് വളർത്തി അവർക്ക് വേറെ വല്ലവരുടെ കൂടെ പോകാനാണോ? വേണ്ട വേണ്ട, അതൊക്കെ വലിയ ചിലവുള്ള കാര്യമാണ്. അപ്പൊ ഇത് കേട്ടപ്പോ മിണ്ടിക്ക് ഭയങ്കര സങ്കടമായിട്ട് പുള്ളിക്കാരി അവിടുന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോവുകയാണ്. ഭാര്യ എഴുന്നേറ്റ് പോയിട്ടും നമ്മുടെ ഹീറോ ആ പോട്ടെ പുല്ല് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. അതിനുശേഷം ഹീറോ തന്റെ ലംബോർഗിനി കാറിൽ ഒരു ബാറിലേക്ക് പോവുകയാണ് തന്റെ ഫേവറേറ്റ് മദ്യം കഴിക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ മദ്യപിക്കുമ്പോൾ അവിടെ തന്റെ അടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ ഹീറോ പ്രോപ്പർട്ടി ഓഫ് സ്റ്റേറ്റ് പ്രിസൺ എന്ന ടാറ്റു കണ്ടു. അതായത് അദ്ദേഹം ജയിലിൽ കിടന്നവനാണ് എന്ന് ഹീറോക്ക് മനസ്സിലായി. അങ്ങനെ ഹീറോ അദ്ദേഹത്തോട് സംസാരിക്കാനായി ചെന്നപ്പോഴൊക്കെ അദ്ദേഹം ഹീറോനെ അവോയ്ഡ് ചെയ്യുകയാണ്. എന്നാൽ ഹീറോ അദ്ദേഹത്തിന് $100 കൊടുത്തിട്ട് പറയാണ്, എനിക്ക് ജസ്റ്റ് നീ എന്നോട് സംസാരിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഹീറോ തന്റെ സംശയങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അതായത് ഞാൻ 6 മാസത്തിന് ശേഷം ജയിലിലാവും, അപ്പോൾ ജയിലിലെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ അദ്ദേഹത്തോട് ഹീറോ ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, നിന്നെ കാണാൻ ചെറുതാണ്, നീ ഒരു ഈസി ടാർഗറ്റ് ആണ്, ഒരു സംശയവുമില്ല, നിന്നെ ജയിൽ പുള്ളികൾ എല്ലാവരും കൂടി ഉറപ്പായിട്ടും പീഡിപ്പിക്കും, നിന്നെ റേപ്പ് ചെയ്യും. അത് കേട്ടപ്പോ ഹീറോ ഷോക്കായി. എന്ത്, അവിടെയുള്ളവരൊക്കെ ഗേ ആണോ? ഏയ്, ആരും ഗേ അല്ല. എന്നാൽ വേറെ വഴിയില്ലാത്തത് കൊണ്ട് പാവപ്പെട്ട ഈസി ടാർഗറ്റ്സ് ആയ ജയിൽ പുള്ളികളെ ക്രൂരമായ ജയിൽ പുള്ളികൾ പീഡിപ്പിക്കും. ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഹീറോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, നിന്റെ ശരീരത്തിൽ വലിയ ഡേഞ്ചറസ് ടാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നീ പുറത്ത് വലിയ മാഫിയ ഗാങ്ങിന്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. ആ, എന്റെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ട് എന്ന് പറഞ്ഞ് ഹീറോ ചെറുപ്പത്തിൽ അടിച്ച ഒരു ടാറ്റു കാണിച്ചു കൊടുക്കുകയാണ്. അത് തന്റെ അമ്മയുടെ മുഖമുള്ള മോമി എന്ന് എഴുതിയ ടാറ്റു ആണ്. ആ ബെസ്റ്റ്, അമ്മ കുഞ്ഞാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട, കേറി ചെന്ന് കൊടുക്ക്, അവന്മാര് പീഡിപ്പിച്ച് കൊന്നുകളയും. അങ്ങനെ ജയിലെ അവസ്ഥയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ഹീറോ രാത്രി വീട്ടിലേക്ക് ഭാര്യയുടെ അടുത്ത് പോയി കൊച്ചു കുട്ടികൾ കരയുന്നത് പോലെ കരയുകയാണ്. ഭാര്യ സ്റ്റാനെ എന്നാൽ സമാധാനിപ്പിച്ച് കിടത്തി ഉറക്കി. നമ്മുടെ ഹീറോന്റെ ഭാര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീറോ ശരിക്കും ലക്കിയാണ്. കാരണം താൻ അത്രയും സെൽഫിഷ് ആയിട്ടുള്ള ആളായിട്ട് കൂടിയും ഹീറോന്റെ ഭാര്യ ഹീറോനെ നല്ല സ്നേഹത്തോടെ തന്നെയാണ് കെയർ ചെയ്യുന്നത്. അങ്ങനെ രാത്രി ഉറങ്ങിയ ഹീറോനെ ഉച്ച സമയത്താണ് ഭാര്യ എഴുന്നേൽപ്പിക്കുന്നത്. എഴുന്നേൽക്ക്, ഉച്ചയായി, ദാ ജ്യൂസ് കുടിക്കും. അപ്പൊ എഴുന്നേറ്റപ്പോൾ ഹീറോക്ക് സമാധാനമായി. ഹോ, താങ്ക് ഗോഡ്. എടി, ഞാനൊരു സ്വപ്നം കണ്ടു, ഞാൻ 6 മാസത്തിന് ശേഷം ജയിലിൽ പോവും, എന്നിട്ട് അവിടെയുള്ളവരൊക്കെ എന്നെ പീഡിപ്പിക്കുന്നത്. ഭാഗ്യം, ഇത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു അല്ലെ? അപ്പൊ ഭാര്യ പറയാണ്, സ്റ്റാൻ, എന്തൊക്കെയാ നീ പറയുന്നേ? 6 മാസത്തിന് ശേഷം നീ ജയിലിൽ പോവും. അങ്ങനെ സ്വപ്നമല്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ വീണ്ടും കൊച്ചു കുട്ടികളെ പോലെ കരയുകയാണ്. ഭാര്യ സമാധാനിപ്പിക്കുന്നുമുണ്ട്. ഭാര്യ പറയാണ്, നിന്നെ ആരും പീഡിപ്പിക്കില്ല, നീ അതിനുള്ള വഴി എന്തായാലും കണ്ടെത്തും. ശരിയാ, എനിക്ക് അതിനുള്ള വഴി കണ്ടെത്താൻ കഴിയും. വേറൊന്നുമല്ല, ട്രെയിനിങ്. അടുത്ത 6 മാസം കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്തും കരാട്ടെ പഠിച്ചിട്ടൊക്കെ സെറ്റ് ആവാനായി ഹീറോ തീരുമാനിച്ചു. അങ്ങനെ ബോഡി ബിൽഡേഴ്സിന്റെ അടുത്ത് സ്റ്റെറോയിഡ്സ് വാങ്ങി വർക്കൗട്ട് ചെയ്യാനായി തുടങ്ങി. അതേപോലെ മാസ്റ്റർ ചോ എന്ന ഒരു കരാട്ടെ മാസ്റ്ററുടെ അടുത്ത് പോയി കരാട്ടെ പഠിക്കാനായിട്ടും ഹീറോ ആരംഭിച്ചു. പക്ഷെ ഈ മാസ്റ്റർ ചോ എന്ന കരാട്ടെ മാസ്റ്ററിന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് എല്ലാവരും കുട്ടികളാണ്. മുതിർന്നതായിട്ട് നമ്മുടെ സ്റ്റാന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന കിക്കും പഞ്ചും ഒക്കെയാണ് മാസ്റ്റർ ചോ അവിടുന്ന് പഠിപ്പിക്കുന്നത്. ഇത് സ്റ്റാൻ മാസ്റ്ററിനെ ചോദ്യം ചെയ്തു. ഇയാളിത് കുറെ ആയാലേ ഈ സെയിം കിക്ക് തന്നെ പഠിപ്പിക്കുന്നു. ഞാൻ ജയിലിൽ പോകാനിരിക്കുന്നവനാ, ഈ കിക്ക് കൊണ്ടൊന്നും അവിടെ പോയിട്ട് കാര്യമില്ല, എനിക്ക് ബ്രൂസ്ലി സ്റ്റൈൽ കരാട്ടെ പഠിക്കണം മാസ്റ്റർ. അപ്പോ മാസ്റ്റർ ചോ സ്റ്റാനോട് പറയാണ്, നീ വെറും ഒരു യെല്ലോ ബെൽറ്റ് ഉണ്ടത്രേ, ഇവിടുത്തെ കുട്ടികളെ പോലും നിനക്ക് പരാജയപ്പെടുത്താനാവത്തില്ല, നീ വാ, എന്നിട്ട് ഇവനായിട്ട് കോമ്പീറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഗ്രീൻ ബെൽറ്റ് ആയിട്ട് സ്റ്റാൻ കോമ്പീറ്റ് ചെയ്യുകയാണ്. സ്റ്റാന് പറയാണ്, ഇവനെയൊക്കെ ഈസി ആയിട്ട് എനിക്ക് പഞ്ഞിക്കിടാം, ഇവൻ എന്ത് ചെറുതാ. പക്ഷെ ആ ഗ്രീൻ ബെൽറ്റ് സ്റ്റാൻഡ് ഇടിച്ചു നിരത്തിട്ടു. എന്നിട്ട് ഗ്രീൻ ബെൽറ്റ് തിരിഞ്ഞു നിന്ന് മാസ്റ്ററെ റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാന് ചാടി വന്ന് അവനെ ഇടിക്കുകയാണ്. ദേഷ്യത്തിൽ മാസ്റ്റർ നമ്മുടെ സ്റ്റാനെ ചവിട്ടിക്കൂട്ടി തന്റെ കരാട്ടെ ക്ലാസ്സിൽ നിന്ന് പുറത്തെറിഞ്ഞു. മേലാൽ നിന്നെ ഈ ഭാഗത്തെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് മാസ്റ്റർ ചോ ഹീറോനെ ചവിട്ടിക്കൂട്ടുന്നുണ്ട്. അങ്ങനെ കരാട്ടെ ക്ലാസ്സിൽ നിന്ന് പുറത്തായ നമ്മുടെ ഹീറോ ആ സമയത്താണ് ഇദ്ദേഹത്തെ അവിടെ
കാണുന്നത്. സോ ഇതാണ് യഥാർത്ഥ മാസ്റ്റർ. അദ്ദേഹം ഹീറോനോട് പറയാണ്, നിന്റെ ആവശ്യം എന്താണ് എന്ന് എനിക്കറിയാം, എനിക്ക് നിന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റും, അതിന് താങ്കൾക്ക് അതിനുള്ള സ്കിൽസ് ഉണ്ടോ എന്ന് ഹീറോ ചോദിച്ചപ്പോൾ മാസ്റ്റർ അവിടെയുള്ള മതിൽ ചെറുതായി ഒന്ന് പഞ്ച് ചെയ്തതാണ്. ആ മതിൽ പൊട്ടിപ്പോയി. അങ്ങനെ ഹീറോക്ക് മനസ്സിലായി ഈ മാസ്റ്റർ ആളൊരു നിസ്സാരക്കാരനല്ല, ആള് ഭയങ്കര ശക്തനാണ് എന്ന്. അങ്ങനെ അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് കൂട്ടാനായി ഹീറോ തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ വീട്ടിൽ കൂട്ടി തന്റെ ഭാര്യക്ക് മാസ്റ്ററിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണ് മാസ്റ്റർ, ഇനി ഇദ്ദേഹമായിരിക്കും എന്നെ ട്രെയിൻ ചെയ്യാനായി പോവുക, ഇദ്ദേഹം ഇവിടെയാണ് താമസിക്കുക. സോ ഈ മാസ്റ്റർ ആണെങ്കിൽ എപ്പോ നോക്കിയാലും പുക വലിച്ചുകൊണ്ടേ നിൽക്കും. മിണ്ടി അപ്പോൾ ഈ വീട്ടിൽ പുക വലിക്കാൻ പാടില്ല എന്ന് മാസ്റ്ററിനോട് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഈ വീട്ടിലെ നിയമങ്ങളൊക്കെ മാറ്റാൻ തയ്യാറായിക്കോ എന്ന് മാസ്റ്റർ മിണ്ടിയോട് പറയാണ്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനായി ഒരുമിച്ചിരുന്നു. മാസ്റ്ററിനെ കുറിച്ചൊക്കെ മിണ്ടി ചോദിച്ചപ്പോൾ അദ്ദേഹം കാൻഡിലിന്റെ മുകളിൽ കൈ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയുകയാണ്. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോവട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോയപ്പോൾ മിണ്ടി സ്റ്റാനോട് പറയാണ്, സ്റ്റാൻ പ്ലീസ് അദ്ദേഹത്തെ പറഞ്ഞയക്ക്, എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. മിണ്ടി, അദ്ദേഹത്തിന്റെ കഴിവ് നീ കണ്ടതല്ലേ, അദ്ദേഹത്തിന് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാൻ കഴിയൂ, എന്നെ ട്രെയിൻ ചെയ്യാൻ കഴിയൂ. അടുത്ത ദിവസം രാവിലെ 5 മണിക്ക് സ്റ്റാൻ ഭാര്യയുടെ കൂടെ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് സ്റ്റാന്റെ മുഖത്ത് രക്തമുറ്റുന്നു. അപ്പൊ അത് മാസ്റ്റർ ആണ്. ഒരു ലിവർ എടുത്തുകൊണ്ടാണ് മാസ്റ്റർ സ്റ്റാനെ എഴുന്നേൽപ്പിക്കാൻ വന്നത്. ഇതാണ് നീ ഇന്ന് കഴിക്കേണ്ടത്, എല്ലാ ദിവസവും നീ 5 മണിക്ക് എഴുന്നേൽക്കണം. അങ്ങനെ ഹീറോന്റെ ഫസ്റ്റ് ഡേ ട്രെയിനിങ് ആരംഭിച്ചു. ട്രെയിനിങ്ങിനേക്കാൾ കഠിനം മാസ്റ്റർ സ്റ്റാന് കൊടുത്ത ഡയറ്റ് പ്ലാൻസ് ആണ്. വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഡയറ്റ് ആണ് മാസ്റ്റർ സ്റ്റാന് കൊടുത്തത്. അതൊക്കെ ഉണ്ടാക്കേണ്ട ജോലി മിണ്ടിക്കാണ്. അങ്ങനെ പലതരം മൃഗങ്ങളുടെ ലിവറും നാക്കും പാങ്ക്രിയാസും അങ്ങനെ പല അവയവങ്ങൾ ഇട്ടുണ്ടാക്കിയ ജ്യൂസ് ആണ് ഇത്. ഇതാണ് നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് മാസ്റ്റർ സ്റ്റാനോട് അത് കുടിക്കാനായി പറയുകയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ സ്റ്റാൻ അത് വലിച്ചു കുടിക്കുകയാണ്. ഇവിടെ രാത്രി സ്റ്റാനെ കിടത്തി ഒരു വടിയിൽ തീ ഉണ്ടാക്കി മാസ്റ്റർ അടിക്കുന്നത് കാണാം. അപ്പോൾ മിണ്ടി വന്ന് മാസ്റ്ററിനോട് നിർത്താനായി പറയുകയാണ്. എന്നാൽ സ്റ്റാൻ ഭാര്യയോട് അകത്തേക്ക് പോ, ഇതൊക്കെ ട്രെയിനിങ് ആണ് എന്നും പറയുന്നുണ്ട്. അതായത് മാസ്റ്റർ എന്തൊക്കെയാണോ ചെയ്യുന്നത്, എന്തൊക്കെയാണോ പറയുന്നത്, അതൊക്കെ ഒരു മടിയുമില്ലാതെ അതിനോടൊക്കെ സ്റ്റാന് സഹകരിക്കുന്നുമുണ്ട്. കാരണം അതിന്റെയൊക്കെ ആവശ്യം സ്റ്റാന് തന്നെയാണ്. ഇവിടെ ഒരു ദിവസം മിണ്ടിയും സ്റ്റാനും ഭക്ഷണം കഴിക്കുകയാണ്. സ്റ്റാനിന്റെ ഭക്ഷണം ഒരു സ്കോർപിയൻ ആണ്. മാസ്റ്റർ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി. അപ്പോൾ സ്റ്റാനോട് മിണ്ടി കംപ്ലൈന്റ് പറയുകയാണ്. അതായത് നീ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, നീ എന്നോട് സ്നേഹം കാണിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ സ്റ്റാൻ ഭാര്യയോട് പറയാണ്, എനിക്ക് ഇനി ആകെ 5 മാസം കൂടിയുള്ളൂ, എന്റെ മൈൻഡിൽ ഫുൾ ടൈം ജയിൽ ജയിൽ എന്നാണ്. ഈ ട്രെയിനിങ് ഒക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് എന്തായാലും ഒരു ദിവസം ഞാൻ നിനക്ക് മാത്രമായിട്ട് മാറ്റിവെക്കുമെന്നും ഭാര്യയോട് സ്റ്റാൻ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു രാത്രി മിണ്ടി ഉറങ്ങുമ്പോൾ പെട്ടെന്ന് സ്റ്റാൻ വന്നിട്ട് മിണ്ടി എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പേടിച്ചിട്ട് സ്റ്റാൻ മിണ്ടിയോട് പറയാണ്, കുറെ ഗുണ്ടകൾ നമ്മുടെ വീട്ടിലേക്ക് കേറിയിട്ടുണ്ട്, അവർ നിന്നെ ഇപ്പോൾ പീഡിപ്പിക്കാനായി വരും. അങ്ങനെ പേടിച്ചിട്ട് മിണ്ടി സ്റ്റാനോട് മാസ്റ്ററിനെ വിളിക്കാനായി പറഞ്ഞ് കരയുകയാണ്. അവരാദ്യം വെടിവെച്ച് കൊന്നത് മാസ്റ്ററിനെയാണ്. വേറെ വഴിയില്ല, അവരെന്തായാലും നിന്നെ പീഡിപ്പിക്കും. അങ്ങനെ പേടിച്ച് സ്റ്റാനെ കെട്ടിപ്പിടിച്ച് ഭാര്യ കരയുമ്പോൾ സ്റ്റാന് പറയാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഗുണ്ടകളൊന്നും വന്നിട്ടില്ല, നീ ഇപ്പൊ പേടിച്ചിട്ടില്ലേ, ഇതേ പേടിയായിരിക്കും എനിക്ക് ഇനിയുള്ള 3 വർഷം, അത് നിനക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഒരു ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ ചെയ്താല് പുള്ളിക്കാരി അത് പൊറുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. സ്പോട്ടിൽ തന്നെ ഭാര്യ തന്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എനിക്കിനി നിന്നെ കാണേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. ഭാര്യയെ സമാധാനിപ്പിക്കാൻ വേണ്ടി സ്റ്റാൻ, ഞാൻ നിനക്കൊരു കുട്ടിയെ തരാം എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോ മിണ്ടിക്ക് സന്തോഷമായി. എന്നാൽ സ്വന്തം കുട്ടിയല്ല, കുട്ടികളുള്ള പാർക്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകാം എന്നാണ് സ്റ്റാൻ പറഞ്ഞത്. അത് കേട്ടപ്പോ മിണ്ടിക്ക് കൂടുതൽ ദേഷ്യമാവുകയും ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കാതെ പുള്ളിക്കാരി പോവുകയും ചെയ്തു. അങ്ങനെ മാസ്റ്ററുടെ അടുത്ത് പോയി, മാസ്റ്റർ മിണ്ടി പോയി എന്ന് പറഞ്ഞപ്പോൾ ഇനിയാണ് ശരിക്കുമുള്ള ട്രെയിനിങ് ആരംഭിക്കുന്നത് എന്ന് മാസ്റ്റർ സ്റ്റാനോട് പറയുകയാണ്. സോ ഇവിടെ മാസ്റ്റർ ഒരു മരക്കഷ്ണം എടുത്തു. എന്നിട്ട് സ്റ്റാനോട് ഒരു ഫിംഗർ സെലക്ട് ചെയ്യാനായി പറഞ്ഞു. അപ്പോ സ്റ്റാൻ മിഡിൽ ഫിംഗർ ആണ് സെലക്ട് ചെയ്തത്. ശരി, ഇനി ആ വിരൽ വെച്ച് ഈ മരക്കഷ്ണം നീ പൊട്ടിക്കുകയും. സ്റ്റാൻ അത് പൊട്ടിക്കാനായി നോക്കി, മിഡിൽ ഫിംഗർ ഒടിഞ്ഞുപോയി. എന്നാൽ മാസ്റ്റർ വളരെ നിസ്സാരമായി ഒടിഞ്ഞ വിരൽ നേരെയാക്കി. അങ്ങനെ ഇനിയുള്ള ട്രെയിനിങ് ഒക്കെ ഭയങ്കര ഹാർഡാണ്, ഡയറ്റും ഭയങ്കര ഹാർഡാണ്. ജീവനുള്ള സ്കോർപിയന്, പാമ്പ്, ഇതൊക്കെയാണ് സ്റ്റാന്റെ ഭക്ഷണം. അത്രയും വൃത്തികെട്ട ഭക്ഷണ രീതികളാണ് മാസ്റ്ററിന്റെ ട്രെയിനിങ് പ്ലാനിലുള്ളത്. എന്നാൽ ഇതിനോടൊക്കെ സ്റ്റാൻ 100% സഹകരിക്കുന്നുണ്ട്, ഒന്നിലും മടി കാണിക്കുന്നില്ല. സോ ഇവിടെ അവസാനം 6ാമത്തെ മാസം നമ്മുടെ സ്റ്റാൻ നല്ല മസിലൊക്കെ ബിൽഡ് ചെയ്തായി കാണും.
കാണും. അതേപോലെ ഫൈറ്റിങ്ങും നന്നായി പഠിച്ചു. വിരല് കൊണ്ട് കല്ല് പൊട്ടിക്കാനും പഠിച്ചു. അങ്ങനെ മാസ്റ്ററിന്റെ വിദ്യകളൊക്കെ 6 മാസം കൊണ്ട് സ്റ്റാൻ പഠിച്ചെടുത്തു. അടുത്ത ദിവസമാണ് സ്റ്റാൻ ജയിലിലേക്ക് പോകേണ്ടത്. ആ രാത്രി സ്റ്റാനും മാസ്റ്ററും സ്റ്റാന്റെ വക്കീലും ഒരു ബാറിൽ പോയി. മാസ്റ്റർ ഇപ്പോൾ ഭയങ്കര പ്രൗഡാണ്. അദ്ദേഹം പറയാണ്, സ്റ്റാൻ വെറും 6 മാസം കൊണ്ട് നീ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് അഭിമാനം തോന്നുന്നു. ഞാൻ ട്രെയിൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും മികച്ച രണ്ടാമത്തെ ശിഷ്യനാണ് നീ എന്ന് മാസ്റ്റർ പറഞ്ഞപ്പോൾ സ്റ്റാൻ ചോദിക്കാണ്, എന്താ 2ാം സ്ഥാനമോ? അപ്പോൾ 1ാം സ്ഥാനം ആർക്കാണ്? അപ്പോൾ മാസ്റ്ററിന്റെ മുഖം മാറി. അവനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ അവന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ട്രെയിനിങ് കൊടുത്തത്. എന്നാൽ അവൻ അവന്റെ കഴിവ് മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനേ തുടങ്ങി. മാസ്റ്റർ, എനിക്ക് ജയിലിൽ പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം ചെയ്തു തീർക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റാൻ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എവിടത്തേക്കാണ് പോയതെന്ന് ചോദിച്ചാൽ വേറെ എവിടെയുമല്ല, മാസ്റ്റർ ഷോ എന്ന് തന്നെ ചവിട്ടി പുറത്താക്കിയ കരാട്ടെ മാസ്റ്ററിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ തെറിയൊക്കെ പറഞ്ഞിട്ടും കളിയാക്കിയിട്ടൊക്കെ സ്റ്റാൻ ദേഷ്യം പിടിപ്പിക്കുകയാണ്. അങ്ങനെ മാസ്റ്റർ ഷോ ഫൈറ്റ് ചെയ്യാനായി വന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ഇടി പോലും സ്റ്റാനിന് കൊണ്ടിട്ടില്ല. സ്റ്റാൻ ആ കരാട്ടെ മാസ്റ്ററിനെ തൂക്കിയെടുത്ത് തറയിൽ വലിച്ചടിച്ചു. ഇത് കണ്ട് വക്കീലും മാസ്റ്ററും കൈയടിക്കുന്നതും കാണാം. സോ ഇവിടെ അടുത്ത ദിവസം സ്റ്റാൻ വക്കീലിനോടും മാസ്റ്ററിനോടും യാത്ര പറയുകയാണ്. ഇനി 3 വർഷത്തിന് ശേഷം കാണാം. താങ്ക് യു മാസ്റ്റർ. അതേപോലെ വക്കീലിനോട് സ്റ്റാൻ ചോദിക്കാണ്, മിണ്ടി താങ്കളെ ഡൈവോഴ്സിന്റെ കാര്യം പറഞ്ഞ് വിളിച്ചിരുന്നോ? ഇല്ല, അവൾ വിളിച്ചിട്ടില്ല. അതെന്തെങ്കിലും ആവട്ടെ, ബൈ ബൈ എന്ന് പറഞ്ഞ് സ്റ്റാന് ജയിലിലേക്ക് പോവുകയാണ്. സോ ഇവിടെ ദൂരെ നിന്നുകൊണ്ട് സ്റ്റാന് ജയിലിലേക്ക് പോകുന്നത് കാറിലിരുന്ന് മിണ്ടി കാണുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി സങ്കടത്തോടെ പൊട്ടിക്കരയുകയുമാണ്. മിണ്ടിക്ക് ഡൈവോഴ്സ് ഒന്നും വേണ്ട, പുള്ളിക്കാരിക്ക് സ്റ്റാനിനെ അത്രയും ഇഷ്ടമാണ്. എന്നാൽ പുള്ളിക്കാരിയുടെ സ്നേഹം സ്റ്റാൻ കാണുന്നില്ല. സോ ഇവിടെ ജയിൽ പുള്ളികളുടെ കൂടെ സ്റ്റാൻ ജയിലിലേക്ക് പോകുന്നത് കാണാം. ഇവിടെ ഇനി സ്റ്റാന്റെ ടാറ്റു ശ്രദ്ധിച്ചാല് നിങ്ങൾക്ക് കാണാം, മോമി എന്ന് എഴുതിയിട്ടുണ്ടായ ടാറ്റു സ്റ്റാൻ കില്ലർ എന്ന് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു, ഒന്ന് ടഫ് ആവാൻ വേണ്ടി. സ്റ്റാന്റെ അടുത്തിരിക്കുന്ന ഇദ്ദേഹം സ്റ്റാനെ ഒന്ന് തൊടനെ ശ്രമിച്ചു. എന്നാൽ അത്രയും വലിയ ഈ മനുഷ്യനെ സ്റ്റാൻ ബസ്സിൽ നിന്ന് തന്നെ ഇടിക്കുകയാണ്. ഇത് കണ്ട് ഈ ചെറിയ പയ്യന്മാര് ഷോക്കായി. ഇവര് ടീനേജേഴ്സ് ആണ്, ഇവർക്ക് നല്ല പേടിയുണ്ട് ജയിലിൽ പോകാൻ. സോ ഇതാണ് ഓക്സ്ബർഗ് സ്റ്റേറ്റ് പ്രിസൺ. ഇവിടെയായിരിക്കും നമ്മുടെ ഹീറോ ഇനിയുള്ള 3 വർഷം കഴിയുക. സോ ഇതാണ് ജയിലിലെ വാർഡന്. അദ്ദേഹത്തിന്റെ പേര് വാർഡൻ ഫ്രാൻസിസ് എന്നാണ്. എന്നെ നിങ്ങൾ ബോസ് എന്ന് വിളിക്കണം. അദ്ദേഹം ജയിലിൽ കുറെ റൂൾസ് പറഞ്ഞതിന് ശേഷം ഒരു റൂള് കൂടി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതായത് ആ കാണുന്നത് എന്റെ ഗാർഡൻ ആണ്. അവിടെ ആരെങ്കിലും മൂത്രം ഒഴിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടാല് നിങ്ങളുടെ ചുക്കാമണി ഞാൻ വെട്ടും. സോ അങ്ങനെ റൂൾസ് ഒക്കെ പറഞ്ഞതിന് ശേഷം പുതിയ ജയിൽ പുള്ളികൾക്ക് അവരുടെ ജയിൽ യൂണിഫോം നൽകി അവരെ അവരുടെ സെല്ലിലേക്ക് അയക്കുകയാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഹീറോന്റെ സെല്ല്. ഇദ്ദേഹമാണ് സ്റ്റാനിന്റെ സെൽമേറ്റ്. അപ്പോ ഈ അപ്പൂപ്പന്റെ പേര് ലാരി എന്നാണ്. എന്നാൽ എല്ലാവരും ലാരി അപ്പൂപ്പനെ ഷോർട്സ് എന്നാണ് വിളിക്കാറുള്ളത്. സോ ഇവിടെ ഷോർട്സ് അപ്പൂപ്പനോട് സ്റ്റാൻ ചോദിക്കാണ്, ഈ ജയിലിലെ ഏറ്റവും വൃത്തികെട്ടവൻ ആരാണ്? ആരെയാണ് എല്ലാവർക്കും പേടി? അങ്ങനെ ജയിലിലെ ഓരോ ഗാങ്ങിനെയും ഷോർട്സ് അപ്പൂപ്പൻ നമ്മുടെ ഹീറോക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതിലെ ഒരു ഗാങ് ആണ് ബ്ലാക്ക് ഗാങ്. ആ ഗാങ്ങിൽ കറുത്ത വർഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. സോ കറുത്ത ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ആ ഗാങ് ചോദിക്കാനായി വരും. പിന്നെയുള്ളത് ഒരു മെക്സിക്കൻ ഗാങ് ആണ്. അവരും ഈ കറുത്ത ഗാങ്ങും ഭയങ്കര ശത്രുക്കളാണ്. ഇവരൊക്കെ ഭയങ്കര റേസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് ഗാങ്ങിനെ കുറിച്ചല്ല അറിയേണ്ടത്, ഈ ജയിലിലെ എല്ലാവരും പേടിക്കുന്ന കാമഭ്രാന്തനായ ആള് ആരാണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ഷോർട്സ് അപ്പൂപ്പൻ റെയ്മണ്ട് എന്ന ഒരുത്തനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ഈ കറുത്ത ഗാങ്ങിലെ ആൾക്കാർക്ക് വരെ അവന്റെ അടുത്തേക്ക് പോകാൻ പേടിയാണ്. അത്രത്തോളം ഡേഞ്ചറസ് ആണ്. അങ്ങനത്തെ ഒരു കാമഭ്രാന്തനാണ് അവൻ. സോ റെയ്മണ്ട് പുതുതായി ജയിലിൽ വന്ന ജയിൽ പുള്ളിയായ റെയ്മണ്ട് എന്ന പയ്യന്റെ കഴുത്ത് പിടിച്ചു പൊക്കി അവനെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് കാണാം. നിന്നെ ഞാൻ ടോയ്ലറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുമെന്നൊക്കെ റെയ്മണ്ട് റോബിയോട് പറയുന്നുണ്ട്. റോബി ആണെങ്കിൽ ആളാകെ പേടിച്ചിട്ടാണുള്ളത്. സോ ഇവിടെ സ്റ്റാനിന്റെ ഉദ്ദേശം ജയിലിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ ആരാണ് എന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ അതിനായിട്ട് സ്റ്റാൻ ചെയ്തത് എന്താന്ന് വെച്ചാല്, ജയിലിലെ എല്ലാവരും പേടിക്കുന്ന റെയ്മണ്ട് ഇവിടെ റോബി ഉപദ്രവിക്കുന്ന സമയത്ത് സ്റ്റാൻ അവന്റെ അടുത്ത് പോയിട്ട് പറയാണ്, അവനെ വെറുതെ വിട് എന്ന്. അപ്പോൾ തെറി പറഞ്ഞുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി പോ ചെക്ക എന്ന് റെയ്മണ്ട് സ്റ്റാനോട് പറയാണ്. അങ്ങനെ സ്റ്റാൻ അവിടുത്തെ എല്ലാവരും വിളിച്ചു കൂട്ടുകയാണ്. ഒരു കാരണവുമില്ലാതെയാണ് ഇവൻ എന്നെ തെറി പറഞ്ഞത്. ഇവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കാനായി പോവുകയാണ്. അതേപോലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് റെയ്മണ്ടിനെ വളരെ വൃത്തികെട്ട രീതിയിൽ നമ്മുടെ ഹീറോ തെറിയും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേഷ്യം പിടിച്ച റെയ്മണ്ട് ഷർട്ട് അഴിച്ച് സ്റ്റാനെ തല്ലാനായി പിന്നിൽ നിന്ന് വരികയാണ്. എന്നാൽ സ്റ്റാന് തിരിഞ്ഞു നിന്ന് റെയ്മണ്ടിനെ ഇടിച്ചു പരത്തി കൈകളിലെ വിരലുകളൊക്കെ ഒടിച്ചു കളഞ്ഞു.
ഇത് കണ്ട് എല്ലാവരും ഷോക്കായി. അതേപോലെ റെയ്മണ്ടിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അവർക്കൊക്കെ സന്തോഷവുമായി. കറുത്ത വർഗത്തിൽ പെടുന്ന റെയ്മണ്ടിനെ തല്ലി വീഴ്ത്തിയത് കൊണ്ട് തന്നെ മെക്സിക്കൻ ഗാങ്ങിലെ ഒരുത്തൻ വന്ന് കറുത്ത വർഗത്തിൽ പെടുന്ന ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞ് സ്റ്റാന് കൈകൊടുക്കുകയാണ്. ഇനി മുതൽ നീ നമ്മുടെ ഗാങ്ങിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഹീറോ അവനോട് പറയാണ്, എനിക്ക് റേസിസ്റ്റ് ആവുന്നതും ഇഷ്ടമല്ല, റേസിസ്റ്റ് ആയ ആൾക്കാരെയും ഇഷ്ടമല്ല. ഇത് പറഞ്ഞ് അവനിട്ടും സ്റ്റാൻ ഒന്ന് പൊട്ടിച്ചു. ഈ സമയം കറുത്തവരുടെ ഗാങ് ലീഡർ സ്റ്റാനോട് ചോദിക്കാനായി വന്നു. അതായത് നീ എന്തിനാണ് കറുത്തവനായ റെയ്മണ്ടിനെ അടിച്ചത് എന്ന്. നീ നമ്മുടെ വർഗത്തെ അപമാനിച്ചു. സ്റ്റാന് പറയാണ്, എനിക്ക് കറുപ്പ് വെളുപ്പ് അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാവരും ഒരേപോലെ റെസ്പെക്ട് ചെയ്യും. എന്നാൽ ഇങ്ങോട്ടുണ്ടെങ്കിൽ മാത്രം. അല്ലാത്തവരെ ഞാൻ ഇതുപോലെ ഒരു പാഠം പഠിപ്പിക്കും. ഇത് കേട്ട് ദേഷ്യം വന്ന ലീഡറും തന്റെ ആൾക്കാരോടൊക്കെ സ്റ്റാനിനെ പന്നിക്കിടാനായി പറയുകയാണ്. പക്ഷെ സ്റ്റാൻ അവരെ എല്ലാവരെയും ഇടിച്ചു നിലത്തിട്ടു. അവസാനം ഗാങ് ലീഡറിനെയും അടിച്ച് അവന്റെ സ്വർണ്ണ പലുത്തേർപ്പിച്ചു കളഞ്ഞു. ഈ ഒരു സംഭവത്തിന് ശേഷം ജയിലിലെ എല്ലാവർക്കും സ്റ്റാനെ പേടിയായി. പേടി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്റ്റാനോട് ഒരു ബഹുമാനമുണ്ടായി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ജയിൽ വാർഡൻ ഇത് കണ്ട് ജയിലറിനോട് പറയുന്നുണ്ട്, പുതുതായി ജയിലിൽ വന്ന സ്റ്റാൻ എന്നവൻ ജയിൽ പുള്ളികളെയൊക്കെ കൈക്കലാക്കി അല്ലേ. സോ ഇവിടെ സ്റ്റാനും ഷോർട്സ് അപ്പൂപ്പനും ജയിലിലെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാനായി വരുമ്പോൾ എല്ലാവരും സ്റ്റാനെ കണ്ട് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നതൊക്കെ കാണാം. മാത്രമല്ല സ്റ്റാനിന് ജയിലിൽ ഒരു വിളിപ്പേര് കൂടി വന്നു. അതാണ് ബിഗ് സ്റ്റാൻ. ജയിലിലെ ഭക്ഷണം കഴിച്ച് സ്റ്റാന് പറയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. വെറുതെ ആണല്ലേ എല്ലാവരും ജയിൽ ഭക്ഷണം കൊള്ളത്തില്ല എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ 6 മാസത്തെ സ്റ്റാനിന്റെ ഡയറ്റിനേക്കാൾ എത്രയോ ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ് ജയിൽ ഭക്ഷണം. ഇവിടെ റോബി എന്ന പയ്യന് സ്റ്റാനിനോട് നന്ദി പറയാനേ വന്നു. തന്നെ നേരത്തെ റെയ്മണ്ടിന്റെ അടുത്തുനിന്ന് രക്ഷിച്ചതിന്. ഞാൻ നിന്നെ രക്ഷിച്ചതൊന്നുമല്ല, എനിക്ക് അനീതി കാണുന്നത് ഇഷ്ടമല്ല. സോ ഇവിടെ സ്റ്റാൻ തന്നെ സെല്ലിൽ നിന്ന് എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നത് കാണാം. പെട്ടെന്നാണ് ജയിലർ അവിടെ വന്നത്. ജയിലറിനെ കണ്ടപ്പോൾ സ്റ്റാൻ അത് ഒളിപ്പിച്ചു വെച്ചു. ബോസ് നിന്നെ വിളിക്കുന്നുണ്ടെന്ന് പറയാനാണ് ജയിലർ വന്നത്. അങ്ങനെ ജയിൽ വാർഡനായ ഫ്രാൻസിസ് ബോസിനെ കാണാനായി സ്റ്റാൻ ചെന്നു. അവന്റെ കയ്യിലെ വിലങ്ങ് അയക്കൂ എന്ന് വാർഡൻ പറഞ്ഞപ്പോൾ സ്റ്റാൻ അത് സ്വയം അയക്കുകയാണ്. സ്റ്റാന് തന്റെ കയ്യിലെ ജോയിന്റ്സ് ഡിസ്ലൊക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ ഡിസ്ലൊക്കേറ്റ് ചെയ്തുകൊണ്ടാണ് വിലങ്ങ് സ്വയം അയച്ചത്. ബോസ് സ്റ്റാനോട് അവിടെ ഇരിക്കാനേ പറഞ്ഞു. അതിനുശേഷം സ്റ്റാനിന് അദ്ദേഹം സിഗാർ കൊടുത്തു, അതേപോലെ മദ്യവും ഒഴിച്ചു കൊടുത്തു. ഇവിടെ ഇപ്പൊ ശരിക്കും ബോസ് ആരാ? ബോസ് ആണോ അതോ സ്റ്റാൻ ആണോ? പക്ഷെ ബോസ് എന്തിനാണ് സ്റ്റാനിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് സ്റ്റാനിനെ കൊണ്ട് ഒരു ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് അറിയാം റിയൽ എസ്റ്റേറ്റിൽ നല്ലൊരു ബുദ്ധിശാലിയാണ് സ്റ്റാൻ എന്ന്. അദ്ദേഹം സ്റ്റാനോട് ചോദിക്കാണ്, ഈ സ്ഥലം എങ്ങനെയുണ്ട്? ജയിലിന് വേണ്ടിയല്ല, ജസ്റ്റ് ബിസിനസിന് വേണ്ടി ഈ സ്ഥലം കൊള്ളാമോ? നല്ലൊരു പ്ലോട്ടാണ്, ഇവിടെ ഒരുപാട് ബിസിനസ് നടക്കും, ഡെവലപ്പിംഗ് ഏരിയ ആണ് എന്നൊക്കെ സ്റ്റാൻ അദ്ദേഹത്തോട് പറയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ സ്വപ്നം സ്റ്റാനിന് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്സ്ബർഗ് എസ്റ്റേറ്റ്. അദ്ദേഹം ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ സ്റ്റാനോട് ചോദിക്കുകയാണ്. അതിന് ഇവിടെ ജയിൽ സ്ഥിതി ചെയ്യുന്നില്ലേ, അപ്പൊ എന്ത് ചെയ്യാനാ? അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. നീ ഒന്ന് എന്നെ കൂടെ നിന്ന് തന്നാൽ നിന്റെ ശിക്ഷ കാലാവധി 3 വർഷം എന്നത് 1 വർഷമാക്കി ഞാൻ തരാം. നീ ഒരു വയലന്റ് കുറ്റവാളിയല്ല, അതേപോലെ നിന്റെ ആദ്യത്തെ കേസ് കൂടിയാണിത്. അതുകൊണ്ട് ബോർഡ് മെമ്പേഴ്സിനോട് ഞാൻ നിന്റെ പേര് സജസ്റ്റ് ചെയ്താൽ നിനക്ക് 1 വർഷം മാത്രം ജയിലിൽ കിടന്നാൽ മതി. അത് കേട്ടപ്പോൾ സ്റ്റാനിന് സന്തോഷമായി. സ്റ്റാൻ ഈ പ്ലാനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്ന് ബോസിന് പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഇവിടെ സ്റ്റാൻ കുളിക്കുന്ന സമയം മെക്സിക്കൻ ഗാങ്ങിന്റെ ലീഡർ സ്റ്റാനിനെ കൊല്ലാനായി ബ്ലേഡ് കൊണ്ട് പിന്നിൽ നിന്ന് വരികയാണ്. എന്നാൽ സ്റ്റാൻ അത് കാണുകയും സ്റ്റാൻ അവനെ തിരിച്ചടിക്കുകയും ചെയ്തു. നീ ടൂത്ത് ബ്രഷിൽ ബ്ലേഡ് വെച്ചാണോ ഈ ആയുധം ഉണ്ടാക്കിയത്? നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ. പക്ഷെ നീ എന്റെ ക്രിയേറ്റിവിറ്റി കണ്ടിട്ടില്ല. നോക്ക്, ഞാൻ സോപ്പ് വെച്ചുണ്ടാക്കിയതാണ് ഇത്. അങ്ങനെ തന്നെ മാർഷൽ ആർട്സ് സ്കിൽസ് ആ ലീഡറിന് സ്റ്റാന് കാണിച്ചു കൊടുക്കുകയും അവനെ ഇടിച്ചു നിലത്തിടുകയും ചെയ്തു. സോ ഇവിടെ ഗാർഡന്റെ മുന്നിൽ സ്റ്റാൻ നിൽക്കുമ്പോൾ അവിടെ ഷോർട്സ് അപ്പൂപ്പൻ വരികയാണ്. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? എന്നിട്ട് അങ്ങേര് കാണാതെ ഗാർഡനിൽ മൂത്രമൊഴിക്കുകയാണ്. സ്ട്രോബെറിയുടെ മുകളിലാണ് അങ്ങേര് മൂത്രമൊഴിക്കുന്നത്. എന്താണെന്ന് അറിയില്ല, ഇവിടെ മുള്ളുമ്പോ ഒരു പ്രത്യേക സുഖമാണ്. സോ ഇവിടെ ബോസിന്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ബോസിന്റെ എസ്റ്റേറ്റ് പ്ലാൻസിനെ കുറിച്ചൊക്കെ സ്റ്റാൻ പഠിക്കുമ്പോഴാണ് ബോസ് സ്റ്റാനിനെ പരിചയപ്പെടുത്തി കൊടുക്കാനായി ഒരുത്തനെ കൊണ്ടുവന്നത്. അപ്പൊ അവന്റെ പേരാണ് മിസ്റ്റർ ഡാങ്. ഒരു വിയറ്റ്നാമീസ് ബിസിനസ്മാൻ ആണ് മിസ്റ്റർ ഡാങ്. ഈ മിസ്റ്റർ ഡാങ്ങുമായിട്ടാണ് ബോസ് ബിസിനസ് ചെയ്യാനായിട്ട് പോകുന്നത്. അവര് പല അഴിമതികൾ നടത്തി ചെയ്യാനായി പോകുന്ന പല പ്ലാൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ഹീറോ കേട്ടിട്ടുണ്ട്. എന്നാൽ ഹീറോ അവരെ അത് ചോദ്യം ചെയ്യാനൊന്നും നിന്നിട്ടില്ല. അതിനുശേഷം കോമഡി എന്തെന്ന് വെച്ചാല് മിസ്റ്റർ ഡാങ്ങിനോട് ബോസ് പറയാണ്, മിസ്റ്റർ ഡാങ് ഇത് കഴിക്ക്,
ഞാൻ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ സ്ട്രോബെറിയാണ്. അങ്ങനെ അത് കഴിക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും മുഖം മാറിയതായി കാണാം. സ്ട്രോബെറിക്ക് എന്താ ഒരു ഉപ്പ് രസം. അത് അപ്പോൾ തന്നെ അവന്മാര് തുപ്പി. നമ്മുടെ ഷോർട്സ് അപ്പൂപ്പൻ മുള്ളിയ സ്ട്രോബെറിയാണ് അത്. ഇവിടെ രാത്രി സ്റ്റാൻ ഭാര്യയ്ക്ക് കത്തെഴുതുകയാണ്. ഡൈവോഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്. കുറച്ച് ദേഷ്യത്തിലാണ് സ്റ്റാൻ കത്തെഴുതുന്നുണ്ടായത്. എന്നാൽ ഈ സമയം ഷോർട്സ് അപ്പൂപ്പൻ ഭാര്യമാരുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മുടെ സ്റ്റാന് ചെറിയ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. എന്റെ ഭാര്യയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നെ എല്ലാവരും അവഗണിച്ചപ്പോൾ അവള് മാത്രമാണ് ചേർത്ത് നിർത്തിയത്. അവൾ എന്നെ പൊന്നുപോലെ നോക്കി. പക്ഷെ ഞാൻ അവളുടെ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ചു. അതേപോലെ മദ്യപാനിയായ എനിക്ക് ഒരു കയ്യബദ്ധം കൂടി പറ്റി. അമിതമായി മദ്യപിച്ച് ഞാൻ എന്റെ ഭാര്യയെ തന്നെ കൊന്നുകളഞ്ഞു. ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് ഈ കാര്യം ആലോചിച്ച് സമാധാനമുണ്ടാവില്ല. സോ ഭാര്യയെ കൊന്ന കുറ്റത്തിനാണ് ജീവിതകാലം മുഴുവനും ഷോർട്സ് അപ്പൂപ്പൻ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ സ്റ്റാനിന് മനസ്സിലായി തന്റെ ഭാര്യ എന്തൊരു പാവമാണ് എന്ന്. അവളെ താൻ നന്നായി നോക്കുന്നില്ല, തന്റെ കാര്യം മാത്രമാണ് സ്റ്റാൻ നോക്കുന്നത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് സങ്കടം വന്ന സ്റ്റാന് ഭാര്യയ്ക്ക് സ്നേഹത്തോടെ ഒരു കത്തെഴുതുകയാണ്. താൻ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ കത്ത് വായിച്ച മിണ്ടി ഇമോഷണൽ ആയി. എന്നാൽ ഇവിടെ മിണ്ടിയുടെ കൂടെ മാസ്റ്ററിനെയും കാണാം. അടുത്ത ദിവസം ജയിൽ പുള്ളികളൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് സ്റ്റാന് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് കാണാം. എന്താന്ന് വെച്ചാല് അവരോട് ഇനി മുതൽ ഇവിടെ വയലൻസ് പാടില്ല, എല്ലാവരും സ്നേഹത്തോടെ കഴിയണം. അതേപോലെ ഇവിടെ ഇനി ആരും ആരും റേപ്പ് ചെയ്യാൻ പാടില്ല. അതേപോലെ നല്ല പാട്ട് വെച്ച് അവർക്ക് ഡാൻസ് കളിച്ചും നമ്മുടെ സ്റ്റാന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്റ്റാനിന്റെ ഈ പദ്ധതികളൊക്കെ കേട്ട് എല്ലാവരും അംഗീകരിച്ചു. അതായത് സ്റ്റാന് ശത്രുക്കളില്ലേ, സ്റ്റാന് വിരലൊടിച്ച റെയ്മണ്ട്, മെക്സിക്കൻ ഗാങ്ങും എല്ലാവരും അവരൊക്കെ ഇപ്പോൾ സ്റ്റാന്റെ ഭാഗത്താണ്. എല്ലാവരും സ്റ്റാനെയാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ ജയിലത്തിന്റെ ഒരു നേതാവായി മാറി നമ്മുടെ സ്റ്റാൻ അണ്ണൻ. സ്റ്റാനിന്റെ ഇൻഫ്ലുവൻസ് കാരണം തന്നെ ജയില് വയലൻസ് കംപ്ലീറ്റ്ലി സ്റ്റാൻ നിർത്തി. ഇവിടെ സ്റ്റാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്റ്റാന്റെ അടുത്തേക്ക് റോബിയും രണ്ടുപേരും വരികയാണ്. എന്നിട്ട് അവര് സ്റ്റാനോട് പറയാണ്, സ്റ്റാൻ നമ്മൾക്ക് താങ്കളുടെ ഗാങ്ങിൽ ജോയിൻ ചെയ്യണം. അതിന് എനിക്കിവിടെ ഗാങ് ഇല്ലല്ലോ. അപ്പൊ വേറെയും ആൾക്കാര് വന്ന് ഞങ്ങൾക്കും ജോയിൻ ചെയ്യണം. റെയ്മണ്ടും വന്ന് എനിക്കും എന്നാൽ സ്റ്റാന്റെ ഗാങ്ങിൽ ജോയിൻ ചെയ്യണം എന്ന് പറയുകയാണ്. ശരി ശരി എല്ലാവരും ഇപ്പൊ പോയെന്ന് സ്റ്റാന് പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പോവുകയാണ്. ഈ സമയം നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞ് ഷോർട്സ് അപ്പൂപ്പൻ സ്റ്റാനിന് മിണ്ടിയുടെ കത്ത് കൊടുക്കുകയാണ്. മിണ്ടിയുടെ കത്ത് കണ്ടപ്പോൾ സ്റ്റാന് ഭയങ്കര സന്തോഷമായി. മിണ്ടി തന്നെ കാണാനായി ജയിലിലേക്ക് വരുന്നുണ്ട് എന്നും അതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ മിണ്ടി വരുന്ന ദിവസം സ്റ്റാൻ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് കാണാം. ആ ദിവസത്തിനായി സ്റ്റാൻ കാത്തിരിക്കുകയാണ്. സോ ഇവിടെ ജയിലിലെ അവസ്ഥ നിങ്ങൾക്ക് കാണാം. എല്ലാവരും നല്ല സുഹൃത്തുക്കളായി ഡാൻസ്, പാട്ട്, ആഘോഷം, അങ്ങനെ ഒരു നഴ്സറി സ്കൂൾ പോലെ ഈ ജയില്. ഇവിടെ കോൺജുഗൽ വിസിറ്റേഷൻ യൂണിറ്റിന് നമ്മുടെ മിണ്ടി സ്റ്റാനിനെ കാണാനേ വന്നു. അവരങ്ങനെ ഒരുമിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. ഈ സമയം ബോസ് ഈ ജയിൽ പുള്ളികളൊക്കെ കുട്ടികളെ പോലെ പെരുമാറുന്നത് കണ്ട് ജയിലറിനോട് ചോദിച്ചപ്പോൾ ഇതൊക്കെ സ്റ്റാൻഡ് പണിയാണ് എന്ന് ജയിലർ ബോസിനോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവനെ ഇങ്ങ് കൊണ്ടുവന്ന് ദേഷ്യത്തോടെ ബോസ് പറയുകയാണ്. സോ ഇവിടെ ഭാര്യയുടെ കൂടെ റൂമിലുള്ള സ്റ്റാനെ വിളിക്കാനായി ജയിലർ വന്നു. അങ്ങനെ വാർഡൻ സ്റ്റാനോട് ഇതൊക്കെ അവസാനിപ്പിക്കാനായി പറയുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ പ്ലാൻ എന്താണ് എന്ന് സ്റ്റാൻ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിസൺ ബോർഡ് ഈ ജയിൽ ഇൻസ്പെക്ഷനായി എത്തും. എന്നാൽ ആ ദിവസം ഞാൻ ജയിൽ പുള്ളികൾക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കും. അങ്ങനെ അവന്മാരെ തമ്മിൽ തല്ലിച്ചാവും. ഇത് വയലന്റ് പ്രിസൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ടും സേഫ്റ്റി മെഷേഴ്സ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും പ്രിസൺ ബോർഡ് ഈ ജയിൽ എന്നേക്കുമായി അടച്ചുപൂട്ടും. അപ്പോൾ ഞാൻ എന്റെ ബിസിനസ് മിസ്റ്റർ ഡാങ്ങുമായി നടത്തും. അതാണ് എന്റെ പ്ലാൻ. ഇതിൽ നിന്റെ ഗുണം നിനക്ക് 1 വർഷം മാത്രം ജയിൽ ശിക്ഷ. പക്ഷെ നീ കാരണം ഇപ്പോൾ ഇവിടുത്തെ ജയിൽ പുള്ളികൾ കുട്ടികളെ പോലെയാണ് കളിക്കുന്നത്. അവരെ വീണ്ടും നീ പഴയതുപോലെ ആക്കണം, അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് നീ തന്നെ അനുഭവിക്കും. അപ്പോൾ ഇത് കേട്ട് സ്റ്റാൻ പറയാണ്, സർ അപ്പോൾ അവർ ആയുധങ്ങൾ വെച്ച് തല്ലുകൂടിയാല് അവര് മരണപ്പെടില്ലേ? അപ്പൊ വാർഡൻ പറയാണ്, ചാവട്ടെ, ചാവുന്നവരൊക്കെ ചാവട്ടെ, അവന്മാരൊന്നും മനുഷ്യരല്ല, അവരൊക്കെ മൃഗങ്ങളാണ്. അങ്ങനെ ഇതൊക്കെ കേട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ സ്റ്റാൻ അവിടുന്ന് പോവുകയാണ്. എന്തായാലും തനിക്ക് വേണ്ടത് 1 വർഷം ജയിൽ ശിക്ഷ മാത്രമാണ്. എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങി ഭാര്യയുടെ കൂടെ സന്തോഷമായി ജീവിക്കണം. അങ്ങനെ ബോസ് പറഞ്ഞത് അനുസരിക്കാൻ തന്നെ സ്റ്റാൻ തീരുമാനിച്ചു. എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിയുമ്പോൾ അവരുടെ സ്റ്റാൻ വീണ്ടും പല കാര്യങ്ങൾ പറഞ്ഞ് അവരെ വീണ്ടും തെറ്റിപ്പിച്ചു. അതായത് നന്നായ ജയിൽ പുള്ളികളെ വീണ്ടും സ്റ്റാൻ ചീത്തയാക്കി. അവരൊക്കെ വീണ്ടും തല്ലുകൂടനെ തുടങ്ങി. സോ നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞതാണ്, സ്റ്റാനിന് തന്നെ നാക്ക് വെച്ച് ആരെയും പറഞ്ഞ് വളരെ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന്.
അത് തന്നെയാണ് ഇവിടെയും നിങ്ങൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും തമ്മിൽ തല്ലുകൂടുന്നത് കണ്ട് ബോസിന് സന്തോഷമായി. ഷോർട്സ് അപ്പൂപ്പൻ സ്റ്റാനോട് പറയാണ്, നീ എന്തൊക്കെയാണ് ഈ ചെയ്ത് കൂട്ടുന്നതെന്ന്. താങ്കൾ നാളെ ഉച്ചക്ക് പുറത്തു പോകാൻ പാടില്ല എന്ന് ഷോർട്സ് അപ്പൂപ്പനോട് സ്റ്റാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ജയിലിലേക്ക് പ്രിസൺ ബോർഡ് ഇൻസ്പെക്ഷന് വന്നതായി കാണാം. ബോസ് സ്റ്റാനോട് പറയാണ്, ഇന്ന് ഉച്ചക്ക് 12:30 എന്റെ പ്ലാൻ നടക്കുമെന്ന്. സോ ഇവിടെ മിസ്റ്റർ ഡാങ്ങും വന്നിട്ടുണ്ട്. അതേപോലെ ഇന്ന് തന്നെയാണ് പ്രിസൺ ബോർഡുമായി സ്റ്റാനിന് ഇന്റർവ്യൂ ഉള്ളത്. ഇന്റർവ്യൂ നടക്കുന്ന റൂമിന്റെ പുറത്ത് സ്റ്റാനിനെ കാത്ത് മാസ്റ്ററും മിണ്ടിയുമുണ്ട്. മിണ്ടി ഗർഭിണിയാണ്. സോ ഇവിടെ ഈ ഇന്റർവ്യൂയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ബോർഡ് മെമ്പേഴ്സ് നമ്മുടെ സ്റ്റാനെ ഇന്റർവ്യൂ ചെയ്യും. സ്റ്റാന് ബോസ് പറഞ്ഞതുപോലെ നല്ലൊരാളാണ് എന്ന് ഈ ബോർഡ് മെമ്പേഴ്സിന് മനസ്സിലായാൽ അവർ സ്റ്റാന്റെ ജയിൽ ശിക്ഷ 3 വർഷം എന്നത് 1 വർഷമാക്കി മാറ്റും. പക്ഷെ ഇവിടെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് സ്റ്റാൻ അവിടുത്തെ സമയം നോക്കി 12:30 ആവാനായി. അപ്പോൾ സ്റ്റാനിന് തന്റെ സുഹൃത്തുക്കളായ ജയിൽ പുള്ളികളുടെ മുഖങ്ങൾ ഓർമ്മ വന്നു. അവരൊക്കെ എന്ത് ഹാപ്പി ആയിരുന്നു. എന്നാൽ തന്റെ സ്വാർത്ഥത കാരണം അവരൊക്കെ മരിക്കാനായി പോവുകയാണ്. അങ്ങനെ സ്റ്റാൻ ഇന്റർവ്യൂവില് വളരെ വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞു. എന്തിന് തന്റെ സ്വാർത്ഥത മാറ്റി തനിക്ക് ആ ഇന്റർവ്യൂല് റിജക്റ്റ് ആവാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ ബോർഡ് മെമ്പേഴ്സ് സ്റ്റാനിനെ റിജക്ട് ചെയ്തു. അതായത് 3 വർഷം തന്നെ സ്റ്റാന് ജയിൽ ശിക്ഷ അനുഭവിക്കണം. ഭാര്യയോടും മാസ്റ്ററോടും ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ജയിലറിനെ അടിച്ചിട്ട് സ്റ്റാൻ തന്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാനായി ഓടി പോവുകയാണ്. സോ ഇവിടെ ജയിൽ പുള്ളികളൊക്കെ ആയുധങ്ങൾ എടുക്കുന്നത് കാണാം. ഈ ആയുധങ്ങളൊക്കെ വെച്ചു കൊടുത്തത് ബോസ് തന്നെയാണ്. പക്ഷെ സ്റ്റാൻ അവരെ രക്ഷിക്കാനായി ഓടി പോകുമ്പോൾ സ്റ്റാനെ മിസ്റ്റർ ഡാങ് തടഞ്ഞു നിർത്തി. നിന്നെ മാസ്റ്റർ നന്നായി ട്രെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്നാൽ ഞാനാണ് അദ്ദേഹത്തിന്റെ നമ്പർ 1 ശിഷ്യൻ. അപ്പൊ ഇത് കേട്ടപ്പോ സ്റ്റാനിന് മനസ്സിലായി മാസ്റ്റർ ട്രെയിൻ ചെയ്തതിനു ശേഷം തന്റെ കഴിവ് വൃത്തികെട്ട രീതിയിൽ ഉപയോഗിച്ച മാസ്റ്ററിന്റെ ശിഷ്യൻ മിസ്റ്റർ ഡാങ് ആണ് എന്ന്. സോ ഇവിടെ കഥയുടെ ക്ലൈമാക്സിൽ കടക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ ജയിൽ പുള്ളികളും ആയുധങ്ങളുമായി ഏറ്റുമുട്ടാനായി പോകുന്നത് കാണാം. അതേപോലെ ഇവിടെ സ്റ്റാനും മിസ്റ്റർ ഡാങ്ങും തമ്മിൽ ഉഗ്രൻ ഫൈറ്റ് ആണ്. അങ്ങനെ അവര് ഫൈറ്റ് ചെയ്ത് അവസാനം സ്റ്റാന് ഡാങ്ങിനെ പരാജയപ്പെടുത്തി. എന്നിട്ട് തന്നെ സുഹൃത്തുക്കളെ രക്ഷിക്കാനായി സ്റ്റാന് പോവുകയാണ്. പക്ഷെ ഇവിടെ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ അവരൊക്കെ ഫൈറ്റ് ചെയ്യാനായി പോകുമ്പോൾ നമ്മുടെ ഷോർട്സ് അപ്പൂപ്പന് അവരുടെ ഫേവറേറ്റ് പാട്ട് റേഡിയോയിൽ വെക്കുകയാണ്. അങ്ങനെ വയലന്റ് ആയി വന്ന ജയിൽ പുള്ളികൾ അവരുടെ ആയുധങ്ങൾ മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ച് ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ട് ദേഷ്യം പിടിച്ച ബോസ് സ്റ്റാനിനെ വെടിവെക്കാനായി പോവുകയാണ്. എന്നാൽ ബോസിനെ ആരോ പെട്ടെന്ന് ചാടി വന്ന് ചവിട്ടിക്കൂട്ടി. അത് വേറെ ആരുമല്ല, മിണ്ടിയാണ്. അപ്പോൾ മാസ്റ്റർ പറയാണ്, ഇപ്പോൾ എന്റെ നമ്പർ 1 സ്റ്റുഡന്റ് ഇവളാണ് എന്ന്. അതായത് നമ്മുടെ ഹീറോ ജയിലായ സമയത്തൊക്കെ മാസ്റ്റർ മിണ്ടിയെ ട്രെയിൻ ചെയ്യുകയായിരുന്നു. ഓക്കെ, ഇനി കഥയുടെ അവസാനം നമ്മൾ നോക്കുകയാണെങ്കിൽ 3 വർഷങ്ങൾക്ക് ശേഷം അതായത് നമ്മുടെ ഹീറോന്റെ ജയിൽ ശിക്ഷ അവസാനിച്ചു. എന്നാണ് ആള് റിലീസ് ആവാനായി പോകുന്നത്. ഇപ്പോൾ ഈ ജയിൽ ഭയങ്കര പീസ്ഫുൾ ആണ്. എല്ലാവർക്കും സ്റ്റാൻ അവരെ വിട്ടുപോകുന്നതിൽ നല്ല സങ്കടമുണ്ട്. എല്ലാവരും സ്റ്റാനിനെ ഒന്നിച്ചു കെട്ടിപ്പിടിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ജയിൽ വാർഡനായി ബോസിലെ അങ്ങേരും ഇപ്പോൾ അതേ ജയിലിൽ ജയിൽ പുള്ളിയെ എത്തിയിട്ടുണ്ട്. വയസ്സാം കാലത്ത് അങ്ങേരുടെ പല അഴിമതികളും പുറത്തു വന്നു. സോ ഇവിടെ കഥയുടെ അവസാനം നമ്മുടെ ഹീറോ കുടുംബവുമായി ഒന്നിക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു മകളുണ്ട്. അവരുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് മാസ്റ്ററും. സോ ഇവിടെയാണ് ബിഗ് സ്റ്റാൻ എന്ന സിനിമ അവസാനിക്കുന്നത്.